ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല പൂരി, ചപ്പാത്തി, ദോശയൊക്കെ പറ്റിയ നല്ലൊരു തക്കാളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിന്ന് രാത്രി പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ നമ്മളിടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബെല്ലാരി ബീഫാണ് കഴിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ബീഫ് റെസിപ്പിയാണിത്. അപ്പം ഇതിൻ്റെ തക്കാളി കറി വെച്ച ശേഷം തക്കാളി ചട്നി കാണിച്ച ശേഷം ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഞാനൊരു 5-6 പീസ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഒരു സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്ത ശേഷം മിക്സീൻ്റെ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അതിലോട്ടൊരു കുറച്ച് കായപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്, നമ്മളിപ്പോൾ തക്കാളി വഴറ്റിയ ആ കടായിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലോട്ട് ഒരു 1/2 സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഒന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് ചെറിയുള്ളി ഒരു 3-4 പീസ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ മിശ്രിതം നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചട്നി. പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ സൂപ്പറായിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ രാത്രി കഴിച്ച ബെല്ലാരി ബീഫും ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. ബെല്ലാരി ബീഫും നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കുവാണേ. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.